വീട് വളഞ്ഞ്, അതും അർദ്ധരാത്രി വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആകാശത്ത് വെടിവെച്ച് ഭാര്യയുടെ കെട്ടുതാലി പൊട്ടിച്ച് മക്കളെ തോക്കിൻ മുനയിൽ നിർത്തി പിടിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? ഞാൻ നേരത്തെ നന്ദു ചോദിച്ചത് അത് തന്നെയാണ്. എനിക്ക് നന്ദുവിനോട് പറയാനുള്ളത്, നിങ്ങൾ നോക്കൂ, ഇത് CPM-ന്റെ പോലീസാണ്. ഞാൻ പറഞ്ഞല്ലോ, CPM-ന് വിടുപണി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിപിൻ. അയാളെയാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ചത്. നിങ്ങൾ നോക്കൂ, ഇത് അഡ്വക്കേറ്റ് VV രാജേഷ് പറഞ്ഞതുപോലെ ഇത് ആശാസ്യമായ ഒരു പ്രവൃത്തിയല്ല. ആഭ്യന്തരമന്ത്രി അന്വേഷിക്കണമായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കാതെ ഇദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് നാളെ നിങ്ങൾക്ക് തിരിച്ചടിയാവുന്ന നിങ്ങൾ ഇവിടെ വെച്ച് രേഖപ്പെടുത്തിക്കോ, എഴുതിക്കോ നിങ്ങൾ. ഓക്കെ. അപ്പോൾ അനിലെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും, അന്തുവിനോടാണെങ്കിലും താങ്കളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ സുഗതനായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നിലവിലെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അത് ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും VV രാജേഷൊക്കെ ആണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോയതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അദ്ദേഹത്തെ പോലീസ് ഇവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല പോയത്. അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസിൽ അദ്ദേഹം തന്നെ അതിനു വേണ്ടിയിട്ട് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബെയിൽ മൂവ് ചെയ്തു. ആ ബെയിൽ മൂവ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ബെയിൽ ഡിനേ ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, രാജ്യത്ത് ഏറ്റവും അവസാനമായി നമ്മളെല്ലാവരും ചെന്ന് വിടുന്നത് കോടതിയിലേക്കാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പോൾ അതിലേക്കാണല്ലോ ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ഇദ്ദേഹത്തെ ഡിനൈ ചെയ്യുന്നതോടൊപ്പം തന്നെ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിനെതിരായി ഉണ്ടായ കേസുകളുടെ ആ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ജില്ലാ കളക്ടർ മജിസ്ട്രേറ്റ് ചുമതലയുള്ള ആളാണല്ലോ. അപ്പം മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് കാപ്പ ചുമത്തുകയാണ്. പോലീസ് കള്ളാണ് കൊടുത്തത് ഡോക്ടർ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കലക്ടർ കാപ്പ ചുമത്തിയത്. ഞാൻ നിങ്ങൾക്കൊരു ലിസ്റ്റ് തരാം, കാപ്പ ചുമത്തേണ്ട ആളുകൾ. ഞാൻ പറയട്ടെ, പട്ടിക തരാം. ഇത് പറയുന്ന കേട്ടാ തോന്നും എനിക്ക് ഇതിനകത്ത് BJP ഞാൻ പറയുന്നതൊന്നുമല്ല. ഞാൻ പറയുന്നത്, എനിക്കാണെങ്കിലും അനിലിനാണെങ്കിലും കാപ്പ ചുമത്തപ്പെട്ടാൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ ഡീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത്. അങ്ങനെ ഡീറ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇയാളോട് പോലീസ് പറഞ്ഞിരിക്കുന്ന നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇയാളോട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണം എന്ന് പോലീസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കീഴടങ്ങില്ല. അല്ല, അതൊക്കെ രണ്ടാമത്തെ കാര്യം. നമുക്കൊക്കെ അറിയാമല്ലോ ചിക്കൻ ബോക്സ് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നു എന്നൊക്കെയുള്ളത് നമുക്കറിയാം. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ നിഷേധിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഒളിവിൽ പോകേണ്ടതല്ലേ? സുഗതൻ ഒളിവിൽ പോകണ്ടല്ലേ? സുഗതൻ അയാളുടെ വീട്ടിൽ തന്നെയായിരുന്നു. സുഗതൻ അയാളുടെ വീട്ടിൽ വന്നപ്പോഴാണ് അയാളെ പിടിച്ചത്. അതായത് സുഗതൻ ഒളിവിലായിരുന്ന സുഗതൻ അങ്ങനെയാണ് വീട്ടിൽ വന്നപ്പോൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി അറസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് കാപ്പ ചുമത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഒളിവിലായിരുന്നു. ഒളിവിലായിരുന്ന നന്ദു പറഞ്ഞോളൂ. ഞാൻ VV ഹരിച്ചേട്ടന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അത് ആര് തന്നെ തന്നിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. അതായത് സുഗതൻ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ചോദിച്ചോളൂ. സുഗതൻ വളരെ സജീവമായി സക്രിയമായി ഈ വയ്യാതെ കിടന്ന കുറച്ച് ദിവസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിന് മുൻപും അതിനുശേഷവും അദ്ദേഹം ഇപ്പോൾ ദേഹാസ്വസ്ഥ്യം ഉള്ളത് കൊണ്ട് പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം അവിടുത്തെ ജനങ്ങൾ വിളിക്കുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടായിരുന്നു, അവിടുത്തെ വാർഡ് ഓഫീസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. താങ്കൾക്ക് എവിടെ നിന്നാണോ ഈ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് അത് തെറ്റ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കളും ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ആ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഈ അനുകുമാരി എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ആണ് കാപ്പ ചുമത്തിയത്. ജില്ലാ കളക്ടറാണ് കാപ്പ ചുമത്തിയത്. ആരാണ് ജില്ലാ കളക്ടർക്ക് കാപ്പ ചുമത്താൻ അനിവാര്യമായ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത്? ഒന്നാമത്തെ ചോദ്യം. അത് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ SHO ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവിൽ അതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താൻ ഞാൻ ആ തിരുത്തലിന് വഴങ്ങാൻ തയ്യാറാണ്. അങ്ങനെ SHO ആയിട്ടുള്ള വിപിനാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ
നെഞ്ചിൽ കൈവച്ച് GV ഹരിച്ചേട്ടനും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികമായ വികാരം കൂടി മനസ്സിലാക്കിയിട്ട് പറയണം. GV ഹരിച്ചേട്ടൻ പറയേണ്ടത് ഈ വിപിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മുൻ മന്ത്രിയായിട്ടുള്ള ഈ സജി ചെറിയാൻ്റെ വീട്ടിലെ വളർത്തുപട്ടിയെ പോലെ ആയിരുന്നു ആ നാട്ടിൽ. ഞാൻ പറഞ്ഞതല്ല, ചെങ്ങന്നൂർ താങ്കൾ അവിടുത്തെ കോൺഗ്രസ്സുകാരെ വിളിച്ചു ചോദിച്ചാൽ മതി, BJP കാരടുത്തും ചോദിക്കണ്ട. അവിടുത്തെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ വിപിനെ ആ സ്റ്റേഷനകത്ത് DYSPയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ആ കയ്യേറ്റം മാന്നാർ DYSP എന്നാണ് ഞാൻ ഓർക്കുന്നത്. മാന്നാർ DYSPയെ കയ്യേറ്റം ചെയ്തതിന് ശേഷം ആ DYSPയെ കയ്യേറ്റം ചെയ്തൊരു ഉദ്യോഗസ്ഥനെ അതേ DYSPയുടെ കീഴിൽ നിലനിർത്തിയത് ഈ പറയുന്ന സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയാണ്. ആ സജി ചെറിയാൻ്റെ വീട്ടിലെ വളർത്തുപട്ടിക്ക് തുല്യമായിട്ട് ജീവിച്ചിരുന്നയാളാണ് ഈ പറയുന്ന വിപിൻ. ആ വിപിൻ തിരുവനന്തപുരത്ത് VK പ്രശാന്തിനെ ഇലക്ഷൻ ട്രാൻസ്ഫർ വരുമ്പോൾ സജി ചെറിയാൻ കൊടുക്കുന്ന ഉപഹാരമാണ്, അതാ നീ കൊണ്ടുപോയി വട്ടിയൂർക്കാവിൽ കൊണ്ടുപോയി അടിച്ചമർത്തേണ്ടവനെയൊക്കെ അടിച്ചമർത്തിക്കോ, ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്ന ചെറുക്കനാണെന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആളാണ് ഈ വിപിൻ. ഈ വിപിൻ വന്ന ദിവസം മുതൽ ഇന്ന് വരെയുള്ള അവിടുത്തെ ആ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ ക്രമസമാധാന അന്തരീക്ഷം താങ്കളൊന്ന് പരിശോധിക്കണം. നിഷ്പക്ഷമായി പരിശോധിച്ചാൽ മതി, BJPക്ക് അനുകൂലമായിട്ടൊന്നും പരിശോധിക്കണ്ട. നിഷ്പക്ഷമായി പരിശോധിക്കണം. നിഷ്പക്ഷമായി പരിശോധിക്കണം. അദ്ദേഹം വന്ന ദിവസം മുതൽ ഇന്ന് വരെ അവിടെ ക്രമസമാധാന പാലനം അല്ല നടന്നത്. ഒരു മിനിറ്റ് ഞാനിപ്പോ നന്ദു നേരത്തെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാണ്. ഞാൻ ഇപ്പൊ അഡീഷണൽ പറഞ്ഞോട്ടെ. ഞാൻ ചേട്ടന് എന്റെ സമയം കൂടി തരാം. എന്റെ സമയം ഞാൻ ചേട്ടൻ ഇതേപോലെ തരാം. അല്ലല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ചേട്ടൻ എന്റെ അവസരം കൂടി തരാം. ഒരു കുഴപ്പമില്ല. അപ്പോൾ അതായത് അങ്ങനെയുള്ള വിപിനാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെയുള്ള വിപിൻ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് കൊടുക്കും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? താങ്കൾ വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ താങ്കൾ ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അതിനെ അംഗീകരിക്കുമായിരിക്കും. കാരണം ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല ഭരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ താങ്കൾക്ക് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ അംഗീകരിക്കണമായിരിക്കും. ഈ വിപിനെ കുറിച്ച് താങ്കൾ, ഞാൻ പറഞ്ഞല്ലോ, വട്ടിയൂർക്കാവിലെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർ കൃത്യമായി പറഞ്ഞു തരും. ഈ പറയുന്ന VK പ്രശാന്ത് എന്ന് പറയുന്ന നേതാവ് എന്താണോ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നയാളാണ് ഇയാൾ. അപ്പോൾ അങ്ങനെ ഒരാൾ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് എന്നു മുതലാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസിനും ഏറ്റവും നല്ല റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥനായി വിപിൻ മാറിയതെന്ന് താങ്കൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു കൊടുത്താൽ എനിക്ക് എൻ്റെ അടുത്തൊന്നും പറയണ്ട. ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് മർദ്ദനങ്ങളും ഒരുപാട് മർദ്ദനമുറകളും ഒരുപാട് ജയിലറകളും ഒരുപാട് കള്ളക്കേസുകളും ഒരുപാട് ക്രൂരമായിട്ടുള്ള പോലീസിൻ്റെ വേട്ടയാടലുകളും കണ്ടും വളർന്നും കൊണ്ടും ജീവിച്ചും അതിനെ അതിജീവിച്ചും തന്നെയാണ് കേരളത്തിൽ വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിനിയും എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും ഞങ്ങളുടെ ആശയത്തിന് വേണ്ടി, ഞങ്ങളുടെ ആദർശത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അതുകൊണ്ട് ഈ രമേശ് ചെന്നിത്തലയുടെ പോലീസല്ല, VD സതീശൻ്റെ പോലീസല്ല, ഇനി പിണറായി വിജയൻ്റെ പോലീസല്ല, അതിനപ്പുറം ഒരു പോലീസ് വന്നാലും ആ പോലീസിനെയും അതിജീവിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള കരുത്ത് BJPക്കുണ്ട്. പക്ഷേ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കരുത്. അത് താങ്കളെ പോലെയുള്ള ക്രെഡിബിലിറ്റിയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമേ ഇനി കോൺഗ്രസിനകത്തുള്ളൂ. അതുപോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും.